ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ അമേരിക്കൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ വിമാനം അപകട സൂചന നൽകിയതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ അതീവ ജാഗ്രത നിലനിൽക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിൽ ഒന്നിനു മുകളിൽ വെച്ച് US എയർഫോഴ്സിന്റെ KC-135 എന്ന ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനമാണ് അടിയന്തര സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന 7700 സ്ക്വാഡ് കോഡ് പുറപ്പെടുവിച്ചത്. മണിക്കൂറുകളോളം ആകാശത്ത് തുടർന്ന വിമാനം പെട്ടെന്ന് തന്നെ അപായ സൂചന നൽകുകയും താഴ്ന്നു പറക്കാൻ തുടങ്ങുകയും ചെയ്തത് മേഖലയിലെ സുരക്ഷാ നിരീക്ഷകരെയും പ്രതിരോധ വിദഗ്ധരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റകൾ നൽകുന്ന വിവരമനുസരിച്ച് പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വിമാനത്തിൽ നിന്ന് ഈ സിഗ്നലുകൾ പുറത്തു വന്നത്. അപായ സൂചന നൽകിയ ഉടൻ തന്നെ വിമാനം തങ്ങളുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയും ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ നെടും തൂണായ ഈ വിമാനം പെട്ടെന്ന് റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സാധാരണഗതിയിൽ സാങ്കേതിക തകരാറുകളോ മെഡിക്കൽ എമർജൻസിയോ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കോഡുകൾ ഉപയോഗിക്കാറുള്ളതെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ ഇതിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു. മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വിമാനത്തിന്റെ അപകട സൂചനയ്ക്ക് പിന്നാലെ ഖത്തറിലെ ബേസിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ അടിയന്തരമായി പറന്നുയർന്നിട്ടുണ്ട്. കാണാതായ വിമാനത്തിനായുള്ള തിരച്ചിലിനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനോ വേണ്ടിയാകാം ഈ നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള ഒരു തന്ത്രപ്രധാനമായ ഇടനാഴിയിൽ US സൈനിക വിമാനം ഇത്തരമൊരു പ്രതിസന്ധിയിൽ പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഈ വാർത്ത പുറത്തു വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ കേന്ദ്രങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സമയത്ത് മേഖലയിൽ അനുഭവപ്പെട്ട GPS തടസ്സങ്ങളാണ്. വിമാനം അപായ സൂചന നൽകുന്നതിന് തൊട്ടു മുൻപ് തന്നെ വലിയ തോതിലുള്ള GPS ജാമിങ്ങും സ്പൂഫിങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിമാനങ്ങളുടെയും കപ്പലുകളുടെയും നാവിഗേഷൻ സംവിധാനങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കാനോ അല്ലെങ്കിൽ അവയെ പ്രവർത്തനരഹിതമാക്കാനോ ഇത്തരം ഇലക്ട്രോണിക് യുദ്ധമുറകൾ കൊണ്ട് സാധിക്കും. ഇത് ബോധപൂർവം ആരെങ്കിലും ചെയ്തതാണോ അതോ സാങ്കേതികമായ തകരാറാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. US-ഉം ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം എന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇറാനിയൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും ശക്തമായ സാന്നിധ്യമുള്ള മേഖലയാണിത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിമാനത്തിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആക്രമണങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സൈനിക വൃത്തങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ടാകാം. റഡാറിൽ നിന്ന് വിമാനം മാഞ്ഞുപോയത് മേഖലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. KC-135 ടാങ്കറുകൾ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. ഇത്തരമൊരു വിമാനം അപകടത്തിൽപ്പെടുകയോ പ്രവർത്തനരഹിതമാകുകയോ ചെയ്യുന്നത് ആകാശത്ത് തുടരുന്ന മറ്റ് യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ലളിതമായ സാങ്കേതിക പ്രശ്നമായി അമേരിക്കൻ സൈന്യത്തിന് കാണാൻ സാധിക്കില്ല. ഖത്തറിലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷയും വ്യോമ സുരക്ഷയും ഇത്രത്തോളം വെല്ലുവിളി നേരിടുന്ന മറ്റൊരു കാലഘട്ടം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. GPS സ്പൂഫിംഗ് പോലുള്ള കാര്യങ്ങൾ വ്യാപകമാകുന്നത് വാണിജ്യ വിമാനങ്ങൾക്കും ഭീഷണിയാണ്. ആഗോള എണ്ണ വിപണിയുടെ സ്ഥിരാകേന്ദ്രമായ ഹോർമൂസിൽ ഇത്തരം അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നത് വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമായേക്കാം. ചരക്ക് കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കമ്പനികൾ ഈ സാഹചര്യം അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. അപ്രത്യക്ഷമായ വിമാനം എവിടെയാണെന്നോ അതിലുള്ള ജീവനക്കാരുടെ അവസ്ഥ എന്താണെന്നോ ഉള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന വിവരമെങ്കിലും പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്. നിശബ്ദത പാലിക്കുന്നത് കിംവദന്തികൾ പരക്കാൻ കാരണമാകുന്നു. ഇറാനിയൻ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. മേഖലയിൽ തങ്ങളുടെ പ്രതിരോധം ശക്തമാണെന്ന് തെളിയിക്കാൻ അവർ ഈ സംഭവത്തെ ഉപയോഗിച്ചേക്കാം. സൈനിക വിമാനങ്ങളിൽ സാധാരണയായി ആവർത്തിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന് പ്രവർത്തിക്കും വിധത്തിലാണ് അവയുടെ നിർമ്മാണം. എന്നിട്ടും ഒരുമിച്ച് റഡാറും GPS-ഉം പ്രശ്നത്തിലായി എന്നത് വലിയൊരു ആസൂത്രിത നീക്കത്തിന്റെ സൂചനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇലക്ട്രോണിക് വാർഫെയർ മേഖലയിൽ ഇറാൻ കൈവരിച്ച പുരോഗതി ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്.
എന്നാൽ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും സ്വാഭാവിക കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതകളിലൂടെയുള്ള ചരക്ക് നീക്കത്തെ ഇത്തരം സംഭവങ്ങൾ സാരമായി ബാധിക്കും. വിമാനങ്ങൾക്ക് മാത്രമല്ല, കപ്പലുകൾക്കും GPS തടസ്സങ്ങൾ വലിയ അപകടമുണ്ടാക്കാം. സമുദ്രത്തിലെ പാറക്കെട്ടുകളിലോ മണൽത്തിട്ടകളിലോ കപ്പലുകൾ ഇടിക്കാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിലെ വ്യോമതാവളത്തിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകളുടെ നീക്കം വലിയൊരു തിരച്ചിലിന്റെ സൂചനയാണ് നൽകുന്നത്. കടലിൽ വിമാനം തകർന്നു വീഴാനുള്ള സാധ്യതയും പരിശോധിക്കപ്പെടുന്നുണ്ടാകാം. എന്നാൽ സ്ക്വാക്ക് 7700 നൽകിയ ശേഷം വിമാനം കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചതായി കാണുന്നത് ഇത് പെട്ടെന്നുള്ളൊരു സ്ഫോടനമല്ല, മറിച്ച് സാവധാനത്തിലുള്ള പരാജയമാണെന്ന് വ്യക്തമാക്കുന്നു. എഞ്ചിൻ തകരാറോ ഇന്ധന ചോർച്ചയോ ഇതിന് കാരണമായേക്കാം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ഒരു ചെറിയ തീപ്പൊരി പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയാണുള്ളത്. ഇത്തരം സമയങ്ങളിൽ സൈനിക വിമാനങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ശത്രുരാജ്യങ്ങൾ പ്രകോപനമായി കണക്കാക്കാം. സമാധാനപരമായ ചർച്ചകൾ നടക്കേണ്ട സമയത്ത് ഇത്തരം വാർത്തകൾ വരുന്നത് നയതന്ത്ര പ്രതിനിധികളെ പ്രതിരോധത്തിലാക്കുന്നു. അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഈ സാഹചര്യത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിനുമേൽ ഇത്തരം സംഭവങ്ങൾ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. മേഖലയിലെ സുഹൃത്ത് രാജ്യങ്ങൾക്കും ഈ അനിശ്ചിതത്വം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താൻ അവരും നിർബന്ധിതരായിരിക്കുകയാണ്. സാങ്കേതികവിദ്യ എത്രത്തോളം വളർന്നാലും പ്രകൃതിയുടെയോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ മറ്റു തടസ്സങ്ങളുടെയോ മുന്നിൽ അവ പരാജയപ്പെടാം എന്നതിന്റെ ഉദാഹരണമാണിത്. സൈബർ സുരക്ഷാ വിദഗ്ധർ ഈ GPS തടസ്സങ്ങളെ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. വ്യോമയാന ചരിത്രത്തിൽ ഇത്തരത്തിൽ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ പല വിമാനങ്ങളും വലിയ ദുരൂഹതകളായി അവശേഷിച്ചിട്ടുണ്ട്. ഇവിടെയും സമാനമായ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പലപ്പോഴും അപൂർണമായിരിക്കും. ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. എങ്കിലും ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഗൾഫ് മേഖലയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് വ്യക്തമാണ്. ഒരു വലിയ സ്ഫോടനത്തിനുള്ള വക്കിലാണ് മേഖല നിൽക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ വ്യക്തത വരുത്തുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. വരും മണിക്കൂറുകളിൽ അൽ ഉദൈദ് ബേസിൽ നിന്നോ പെന്റഗണിൽ നിന്നോ ഉള്ള വാർത്തകൾക്കായി കാതോർക്കുകയാണ് ലോകം. എങ്കിലും GPS ജാമിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വരും കാലത്തെ യുദ്ധമുറകൾ എങ്ങനെയുള്ളതായിരിക്കും എന്നതിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടത്തെക്കാൾ അപകടകരമാണ് സിഗ്നലുകൾ തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ. ഹോർമൂസ് കടലിടുക്കിലെ അസ്ഥിരത ലോകത്തിന്റെ ഓരോ മൂലയിലുമുള്ള സാധാരണക്കാരെയും ബാധിക്കും. അത് ഇന്ത്യയിലെ പെട്രോൾ വിലയിലായാലും യൂറോപ്പിലെ ഗ്യാസ് വിതരണത്തിലായാലും പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സമാധാനം എന്നത് ആഗോള ആവശ്യമാണ്. അമേരിക്കൻ സൈനിക വിമാനത്തിന് സംഭവിച്ച ഈ ഷോക്ക് എമർജൻസി വരാനിരിക്കുന്ന വലിയൊരു പ്രക്ഷുബ്ധതയുടെ മുന്നോടിയല്ലെന്ന് പ്രത്യാശിക്കാം. എല്ലാ കണ്ണുകളും ഇപ്പോൾ പേർഷ്യൻ ഗൾഫിലേക്കും അവിടുത്തെ റഡാർ സ്ക്രീനുകളിലേക്കുമാണ്. സത്യം ഉടൻ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം.